ഈ കണ്ണട ഉപയോഗിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറയുന്നത് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഒരു പുതിയ കണ്ണട എടുക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. കുറഞ്ഞത് ഒരു 3000-5000 രൂപയെങ്കിലും പൊട്ടും. പക്ഷെ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഐവെയർ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ചെറിയ കമ്പനി വരികയാണ്, ഒരു സ്റ്റാർട്ടപ്പ്. ആൻഡ് അവർ വരുന്നതോടുകൂടി ഐവെയർ ഇൻഡസ്ട്രി എന്നേക്കുമായിട്ട് മാറി മറിയുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഏത് കമ്പനിയെ പറ്റിയിട്ടാണെന്നുള്ളത് നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ലെൻസ്കാർട്ടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് അഫോർഡബിൾ റേറ്റ്സിൽ ക്വാളിറ്റി ഒട്ടും കുറയാതെ സ്റ്റൈലിഷ് ഐവെയർ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്ത ലെൻസ്കാർട്ടിനെ പറ്റിയിട്ട്. ഹലോ, മൈ നെയിം ഇസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെൻസ്കാർട്ടിനെ പറ്റിയിട്ടാണ്. ലെൻസ്കാർട്ട് എങ്ങനെയാണ് ആരംഭിച്ചത്, അവരുടെ ലൈഫിൽ നടന്ന മേജർ ഇവന്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ബിസിനസ് മോഡൽ എന്താണ്, അതുപോലെ തന്നെ അവരുടെ റവന്യൂ സ്ട്രീംസ് എന്തെല്ലാമാണ്. ആസ് ബിസിനസ് സ്റ്റുഡൻസ്, ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെന്നുള്ള രീതിയിൽ നമുക്ക് ലെൻസ്കാർട്ടിൽ നിന്നും പഠിക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ലെൻസ്കാർട്ട് എന്ന ബിസിനസിന്റെ ലൈഫിലെ ചില മേജർ ഇവന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ലെൻസ്കാർട്ടിന്റെ ബിസിനസ് മോഡലിലേക്കും റവന്യൂ സ്ട്രീംസിലേക്കും നമുക്ക് പോവാം. അപ്പോൾ ലെൻസ്കാർട്ടിന്റെ കഥ ആരംഭിക്കുന്നത് 2010-ലാണ്. എക്സ് മൈക്രോസോഫ്റ്റ് എംപ്ലോയി ആയിരുന്ന പീയൂഷ് ബൻസല് ഇന്ത്യൻ ഐവെയർ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഗ്യാപ്പ് കണ്ടെത്തുകയാണ്. അതായത് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. ആൻഡ് അദ്ദേഹത്തിന്റെ കോ ഫൗണ്ടേഴ്സ് ആയ അമിത് ചൗധരിയോടും സുമീത് കപാഹിയോടും ഒപ്പം അദ്ദേഹം ലെൻസ്കാർട്ട് ആരംഭിക്കുകയാണ്. ആൻഡ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെയും ക്ലിയർ ആയി കാണാൻ സഹായിക്കുക എന്നതായിരുന്നു. ആൻഡ് അവര് 2010-ലൊക്കെ തുടങ്ങുന്ന സമയത്ത് അവര് ഓൺലൈനായി മാത്രമായിരുന്നു ബിസിനസ് ചെയ്തിരുന്നത്. ആൻഡ് അവർ സെല്ല് ചെയ്തിരുന്നത് കോണ്ടാക്ട് ലെൻസുകൾ മാത്രമായിരുന്നു. ആൻഡ് 2010-ലെ ആ തുടക്കത്തിന് ശേഷം ഒരു 4 വർഷം കഴിയുമ്പോഴത്തേക്കും 2014-ല് ലെൻസ്കാർട്ട് വലിയൊരു ചുവടെടുത്ത് വെക്കുകയാണ്. അതുവരെ ഓൺലൈനായി മാത്രം ബിസിനസ് ചെയ്തിരുന്ന അവർ അവരുടെ ആദ്യ ഓഫ്ലൈൻ സ്റ്റോർ ഡൽഹിയിൽ ആരംഭിക്കുകയാണ്. ആൻഡ് ഇത് പല വലിയ റീറ്റെയിൽ സ്റ്റോറുകൾക്കും വലിയൊരു വെല്ലുവിളിയായിരുന്നു. തൊട്ടടുത്ത വർഷം 2015-ല് TPG ഗ്രോത്തിൽ നിന്നും അവർ $22 മില്യൺ റേസ് ചെയ്യുകയും കൂടെ ചെയ്തു. $22 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് ഏതാണ്ട് 180 കോടി രൂപയോളം വരും. ഇത് പ്രധാനമായും കൂടുതൽ ഓഫ്ലൈൻ സ്റ്റോറുകളിലേക്ക് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ടെക്നോളജി കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനുമായിട്ടായിരുന്നു അവർ ഉപയോഗിച്ചത്. 2017-ല് ഹരിയാനയിലെ മാനേസറില് സ്വന്തമായി ഒരു മാനുഫാക്ചറിംഗ് ഫാക്ടറിയും അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് വരെ ലെൻസ്കാർട്ട് അവരുടെ പ്രൊഡക്ഷൻ ഏൽപ്പിച്ചിരുന്നത് തേർഡ് പാർട്ടീസിനെ ആയിരുന്നു. ഈ തേർഡ് പാർട്ടീസിനെ ഏൽപ്പിച്ചപ്പോൾ അവർ ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. ഒന്ന്, സമയത്ത് സ്റ്റോക്ക് എത്തിയിരുന്നില്ല എന്നതാണ്. 2, പലപ്പോഴായി ഈ എത്തുന്ന സ്റ്റോക്കിന്റെ ക്വാളിറ്റിയും കുറവായിരുന്നു എന്നതാണ്. മൂന്നാമത്തേത്, എപ്പോഴും കൂടിക്കൊണ്ടിരുന്ന കോസ്റ്റുകളായിരുന്നു. അപ്പൊ ഈ കാരണങ്ങളാല് ലെൻസ്കാർട്ട് സ്വന്തമായി മാനുഫാക്ചറിങ് ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് 2017-ല് ഹരിയാനയിലെ മാനേസറിൽ അവർ ആദ്യത്തെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് അവരുടെ പ്രശസ്തമായ ഓംനി ചാനൽ സ്ട്രാറ്റജിയുടെ ഒരു തുടക്കം കൂടിയായിരുന്നു. 2019-ല് ലെൻസ്കാർട്ട് AI/AR എന്ന ഫീച്ചർ ലോഞ്ച് ചെയ്യുകയാണ്. ഈ ടെക്നോളജി ഉപയോഗിച്ച് ഓൺലൈനായി കണ്ണട വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമറിന് ആ കണ്ണട, അവർ ഓൺലൈനായി നോക്കുന്ന കണ്ണട അവരുടെ ഫേസിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാനായി സാധിക്കുമായിരുന്നു. ഇത് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു ബസ് ക്രിയേറ്റ് ചെയ്യുകയും അവരുടെ ഓൺലൈൻ സെയിൽസ് നല്ല രീതിയിൽ തന്നെ കൂട്ടാനും സഹായിച്ചിരുന്നു. തൊട്ടടുത്ത വർഷം 2020-ല് ലെൻസ്കാർട്ട് തുടങ്ങി 10 വർഷം തികയുന്ന സമയത്ത് കമ്പനി വലിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുകയാണ്. അവരൊരു യൂണിക്കോണായി മാറുകയാണ്. അപ്പോൾ സൊമാറ്റോയുടെ വീഡിയോയിൽ നമ്മൾ യൂണിക്കോൺ എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ഒരു കമ്പനിയെ നമുക്ക് യൂണിക്കോൺ എന്ന് വിളിക്കാനായി സാധിക്കും. അതിലൊന്ന്, ആ കമ്പനി പ്രൈവറ്റ്ലി ഓൺഡ് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ആ കമ്പനിയുടെ വാല്യുവേഷൻ $1 ബില്യൺ എങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. $1 ബില്യൺ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വെച്ച് ഏതാണ്ട് 8300 കോടി രൂപയുടെ വാല്യുവേഷൻ ആ കമ്പനിക്ക് ഉണ്ടാവണം. അപ്പൊ 2020-ല് കമ്പനി തുടങ്ങി 10 വർഷം കഴിയുമ്പോഴത്തേക്കും ലെൻസ്കാർട്ട് ഒരു യൂണിക്കോണായി മാറുകയാണ്. 2020-ല് മറ്റൊരു വലിയ സംഭവം കൂടെ നടന്നിരുന്നു അല്ലെ, നമ്മളെല്ലാം വലച്ചു കളഞ്ഞ കോവിഡ് മഹാമാരി. പക്ഷെ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഐവെയർ ഇൻഡസ്ട്രിയിലെ പല കമ്പനികളും സ്ട്രഗിൾ ചെയ്ത സമയത്തും ലെൻസ്കാർട്ട് അതിനെ ബുദ്ധിപരമായി നേരിട്ടു.
അവരുടെ ഓൺലൈൻ സെയിൽസ് കൂട്ടാനുള്ള വഴികൾ അവർ മെനഞ്ഞു. അതിനോടൊപ്പം തന്നെ ഫ്രീ ആയി ഓരോ കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോയി സേഫ്റ്റി പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ച് ഫ്രീ ആയി ഐ ചെക്കപ്പ് ചെയ്തു കൊടുക്കുകയും അവരുടെ ഗ്ലാസുകൾ അവർക്ക് ഫ്രീ ആയി ട്രൈ ഓൺ ചെയ്യാനുള്ള ഒരു അവസരവും ലെൻസ്കാർട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിലൂടെ കോവിഡ് മഹാമാരിയുടെ സമയത്തും ലെൻസ്കാർട്ട് പിടിച്ചു നിൽക്കുകയാണ്. ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും 2022 കമ്പനിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭവം നടക്കുകയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലേയേഴ്സ് ആയ ഓൺഡേയ്സിനെ അവർ അക്വയർ ചെയ്യുന്നു. അവർ വാങ്ങുന്നു, ലെൻസ്കാർട്ടിന്റെ ഭാഗമാക്കി മാറ്റുന്നു. ഈ അക്വിസിഷനിലൂടെ ലെൻസ്കാർട്ടിന് 12 രാജ്യങ്ങളിലേക്ക് കൂടിയാണ് എൻട്രി ലഭിച്ചത്. ആൻഡ് പല രാജ്യങ്ങളിലായി 400ഓളം സ്റ്റോറുകളും ലെൻസ്കാർട്ടിന്റെ ഈക്കോ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത് ലെൻസ്കാർട്ട് എന്ന ബിസിനസിന്റെ ലൈഫിലെ ചില കീ മൈൽ സ്റ്റോൺസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ 2025 എത്തി നിൽക്കുമ്പോഴത്തേക്കും ലെൻസ്കാർട്ട് എന്ന ബിസിനസ് എത്രത്തോളം വളർന്നു എന്നുള്ളത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ലെൻസ്കാർട്ടിന്റെ ബിസിനസ് മോഡലുകൾ എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ റവന്യൂ സ്ട്രീംസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ലെൻസ്കാർട്ടിന്റെ ബിസിനസ് മോഡലിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിനെ 2 പില്ലേഴ്സ് ആയി നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അതിലെ ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ എന്താണ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ? വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാം. ഒരു കമ്പനി അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ എല്ലാ സ്റ്റേജുകളും കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ അതിന് ഒരുപാട് സ്റ്റേജുകളുണ്ട് അല്ലെ. ആദ്യം ആ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം, അതിനുശേഷം അത് മാനുഫാക്ചർ ചെയ്യണം, മാനുഫാക്ചർ ചെയ്തതിനു ശേഷം ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം, അതിനുശേഷം ഇത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം, ട്രാൻസ്പോർട്ടേഷൻ നോക്കണം, അതായത് ലോജിസ്റ്റിക്സ് നോക്കണം, ഇതുകൂടാതെ അവസാനമായി കസ്റ്റമറിലേക്ക് ഇതിനെ എത്തിക്കണം അല്ലെ. ഇങ്ങനെ പല സ്റ്റേജുകൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ ഒരു കമ്പനി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ പല കമ്പനികളും ചെയ്യുന്നത് ഇതിലെ പല സ്റ്റേജുകളെയും തേർഡ് പാർട്ടികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യും. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ലോജിസ്റ്റിക്സ് മാത്രം ഒരു കമ്പനിക്ക് കൊടുക്കും, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് മാത്രം തേർഡ് പാർട്ടി ചെയ്തോളാൻ പറയും. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യുന്ന കമ്പനികൾ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ അല്ല ഫോളോ ചെയ്യുന്നത്, അവർ ഔട്ട്സോഴ്സ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സുകളും ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആൻഡ് ലെൻസ്കാർട്ട് അങ്ങനെ ഒരു കമ്പനിയാണ്. അവരുടെ പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യുന്നത് മുതൽ അത് മാനുഫാക്ചർ ചെയ്യുന്നത് വരെ, അതുപോലെ തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ലെൻസ്കാർട്ട് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിൽ ഒന്നാമത്തേത് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാം എന്നുള്ളതാണ്. കാരണം നമ്മൾ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാവും അല്ലെ. രണ്ടാമത്തേത് ബെറ്റർ പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതാണ്. കാരണം ഇതിലെ എല്ലാ പ്രോസസ്സും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും പല മിഡിൽമെന്നെയും നമ്മൾ കട്ട് ഓഫ് ചെയ്യുകയാണ്. അതിലൂടെ തന്നെ പല എക്സ്പെൻസസും നമുക്ക് കുറയ്ക്കാനായി സാധിക്കും. ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് പ്രൈസ് കുറച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ്? ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഒരു വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ഫോളോ ചെയ്യുന്ന കമ്പനിക്ക് കൂടുതലാണ് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. അപ്പോൾ ലെൻസ്കാർട്ടിന്റെ ബിസിനസ് മോഡലിലെ ഒരു പില്ലറായ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് പില്ലറിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഇതിന്റെ സെക്കൻഡ് പില്ലർ എന്ന് പറയുന്നത് ഓംനി ചാനൽ സ്ട്രാറ്റജിയാണ്. ഓംനി ചാനൽ സ്ട്രാറ്റജിയും നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാം. ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റിനെ കസ്റ്റമറിലേക്ക് പല ചാനലുകളിലൂടെ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഓംനി ചാനൽ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ലെൻസ്കാർട്ടിന്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പൊ ലെൻസ്കാർട്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമറിന് ഐവെയർ ഓൺലൈനായി വാങ്ങണമെന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. അവർക്ക് എന്ത് ചെയ്യാം, ലെൻസ്കാർട്ടിന്റെ ആപ്പിലേക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കോ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കണ്ണട സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നോളജി ഉണ്ടല്ലോ, AI AR ഫീച്ചർ, ആ ഫീച്ചർ ഉപയോഗിച്ച് ആ കണ്ണട അവരുടെ ഫേസിൽ എങ്ങനെയായിരിക്കും ഫിറ്റ് ചെയ്യുന്നുണ്ടാവുക എന്ന് നോക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഓൺലൈൻ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനും സാധിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും അതിനോട് വലിയ താല്പര്യമില്ല അല്ലെ. ചില കസ്റ്റമേഴ്സിന് എന്താണ്, ആ സ്റ്റോറിൽ ഒന്ന് പോയി ആ കണ്ണട കൈ കൊണ്ടൊന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് അതൊന്ന് മുഖത്ത് വെച്ച് നോക്കിയിട്ടൊക്കെ വാങ്ങുന്നതിനോടാണ് പലർക്കും താല്പര്യം.
അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ലെൻസ്കാർട്ട് അതിനുള്ള അവസരവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും ലെൻസ്കാർട്ടിന്റെ പല സ്റ്റോറുകളും റീറ്റെയിൽ സ്റ്റോർസും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ലെൻസ്കാർട്ടിന്റെ ഒരു റീറ്റെയിൽ സ്റ്റോറിലേക്ക് പോയി പർച്ചേസ് നടത്താനായിട്ട് പറ്റും. ഇനി ഇത് രണ്ടും പറ്റില്ല, വീട്ടിലിരുന്ന് സാധനം വാങ്ങണം പക്ഷെ ഓൺലൈൻ വാങ്ങിക്കാൻ താല്പര്യവും ഇല്ല എന്നുള്ളവർക്ക് വേണ്ടി ലെൻസ്കാർട്ട് ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, കോവിഡിന്റെ സമയത്ത് അവർ എക്സ്പാൻഡ് ചെയ്തെന്ന് പറഞ്ഞ ഫീച്ചർ അല്ലെ, ട്രയൽ അറ്റ് ഹോം ഫീച്ചർ. അപ്പോൾ എന്ത് ചെയ്യും, ഇവര് ആ കസ്റ്റമേഴ്സിലേക്ക് പോയി അവരുടെ ഐ ചെക്കപ്പ് ഫ്രീ ആയി നടത്തി കൊടുക്കുകയും ലെൻസ്കാർട്ടിന്റെ പല ഫ്രെയിമുകളും അവർക്ക് വീട്ടിൽ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്ന ഒരു ഫീച്ചറും ഒരു സർവീസും ലെൻസ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കസ്റ്റമറിനെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ലെൻസ്കാർട്ടിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് സാധിക്കുന്നത് ഈ ഓംനി ചാനൽ സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. പല തരത്തില് പ്രൊഡക്ട്സിനെ അവർ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന് എന്താണ്, അവരുടെ കൺവീനിയൻസിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരവും ലഭിക്കുകയാണ്. അപ്പോൾ ലെൻസ്കാർട്ടിന്റെ ബിസിനസ് മോഡലിലെ രണ്ടാമത്തെ പില്ലറായ ഓംനി ചാനൽ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെൻസ്കാർട്ടിന്റെ റവന്യൂ സ്ട്രീംസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ. അവരുടെ പ്രധാനപ്പെട്ട റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നത് പോലെ തന്നെ അവരുടെ ഐവെയർ പ്രൊഡക്ട്സിലൂടെയുള്ള സെയിൽസിലൂടെയാണ് വരുന്നത്. ആൻഡ് കണക്കുകൾ പറയുന്നത് ഒരു വർഷം ലെൻസ്കാർട്ട് ഏതാണ്ട് 2.5 കോടിയിൽ മേലെ യൂണിറ്റ്സ് സെല്ല് ചെയ്യുന്നുണ്ട് എന്നാണ്. 2023 മാത്രം ഐവെയർ പ്രൊഡക്ട്സിന്റെ സെയിൽസിലൂടെ 1500 കോടിയിലധികം രൂപ ജനറേറ്റ് ചെയ്യാനായിട്ട് ലെൻസ്കാർട്ടിന് സാധിച്ചിരുന്നു. ഇനി ലെൻസ്കാർട്ടിന്റെ മറ്റൊരു റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് ലെൻസ്കാർട്ട് ഗോൾഡ് മെമ്പർഷിപ്പ് ആണ്. ഈ ലെൻസ്കാർട്ടിന്റെ കസ്റ്റമേഴ്സ് ആയ പലർക്കും ലെൻസ്കാർട്ട് ഗോൾഡ് മെമ്പർഷിപ്പ് സുപരിചിതമായിരിക്കും. കാരണം ഈ മെമ്പർഷിപ്പിലൂടെയാണ് ബൈ വൺ ഗെറ്റ് വൺ പോലെയുള്ള ഓഫറുകളും അതുപോലെ തന്നെ മറ്റ് സ്പെഷ്യൽ ഓഫറുകളും ഒക്കെ ലെൻസ്കാർട്ട് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ആൻഡ് ഈ മെമ്പർഷിപ്പിന് അവർ ഇയർലി ചാർജ് ആക്കുന്നത് ഏതാണ്ട് 800 രൂപയാണ്. അപ്പൊ ഇതും ലെൻസ്കാർട്ടിന്റെ ഒരു റവന്യൂ സ്ട്രീം ആണ് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഇനി മറ്റൊരു റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് അവരുടെ ഇന്റർനാഷണൽ ബിസിനസ്സുകളിൽ നിന്നുള്ള റവന്യൂ ആണ്. നമ്മൾ തുടക്കത്തിൽ ലെൻസ്കാർട്ടിന്റെ ടൈം ലൈൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ലെൻസ്കാർട്ടിന്റെ ലൈഫിലെ മേജർ ഇവന്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഐവെയർ കമ്പനികളായ ഓണ്ടയെ അക്വയർ ചെയ്തിരുന്നു. അപ്പൊ അതിലൂടെയും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ ലഭിക്കുന്നുണ്ട്. ഇനിയും ലെൻസ്കാർട്ടിന്റെ മറ്റൊരു റവന്യൂ സ്ട്രീം നോക്കുകയാണെങ്കിൽ അത് ഫ്രാഞ്ചൈസിങ്ങിലൂടെ ലഭിക്കുന്ന റവന്യൂ ആണ്. ലെൻസ്കാർട്ടിന്റെ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 30 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ ഫ്രാഞ്ചൈസിങ്ങിലൂടെയും ലെൻസ്കാർട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ റവന്യൂ സ്ട്രീംസിന് പുറമെ ഒരു റവന്യൂ സ്ട്രീമും കൂടെ ഈ ലിസ്റ്റിലേക്ക് ആഡ് ആകും എന്നാണ് കേൾക്കുന്നത്. ലെൻസ്കാർട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത പല ടെക്നോളജികളും മറ്റ് കമ്പനികൾക്ക് ലൈസൻസ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലും അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ചില റിപ്പോർട്ടുകളും കണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ലെൻസ്കാർട്ടിന്റെ ചില മേജർ റവന്യൂ സ്ട്രീംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ബിസിനസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എന്ന രീതിയിൽ നമുക്ക് ലെൻസ്കാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേത് സോൾവ് റിയൽ പ്രോബ്ലംസ് എന്നതാണ്. നമ്മൾ ലെൻസ്കാർട്ടിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ സോൾവ് ചെയ്ത പ്രോബ്ലം പലരെയും അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു എന്ന് നമുക്കറിയാം. അതായത് കാഴ്ചയ്ക്ക് പല ഇഷ്യൂസ് ഉണ്ടായിട്ടും അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് മാത്രം കണ്ണടകൾ വേണ്ട എന്ന് വെച്ച ഒരു കാലഘട്ടം പലർക്കും ഉണ്ടായിരുന്നു. ഇന്നും അതുണ്ട്. പക്ഷെ എന്താണ്, ലെൻസ്കാർട്ടിനെ പോലെ ഒരു കമ്പനി വന്നതുകൊണ്ട് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഐവെയർ അല്ലെങ്കിൽ ഐ കെയർ എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ഓപ്ഷനായി മാറുകയാണ്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ട്രൈ ടു സോൾവ് റിയൽ പ്രോബ്ലംസ്. രണ്ടാമത്തേത് സ്റ്റാർട്ട് സ്മോൾ ആൻഡ് എക്സ്പാൻഡ് സ്മാർട്ട് എന്നതാണ്. നമുക്കറിയാം 2010 ലെൻസ്കാർട്ട് തുടങ്ങിയ സമയത്ത് അവർ ഓൺലൈനായി മാത്രമാണ് ആരംഭിച്ചത്. 2014 വരെ അവർ ഫുള്ളി ഓൺലൈൻ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നു. 2010 അവർ ആരംഭിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ലെൻസുകൾ മാത്രമായിരുന്നു അവർ വിറ്റിരുന്നത്. അവിടെ നിന്ന് ഇന്ന് ലെൻസ്കാർട്ട് എത്തി നിൽക്കുന്നത് ഏതാണ്ട് 2700-ലധികം ഓഫ്ലൈൻ സ്റ്റോറുകളിലേക്കാണ്. ഏതാണ്ട് $5 ബില്യൺ ഉള്ള വാല്യുവേഷനും ലെൻസ്കാർട്ട് എന്ന കമ്പനിക്കുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ആരംഭിക്കുമ്പോഴും അത് വലിയൊരു സ്കെയിലിൽ വലിയ സംഭവമായി തുടങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചെറുതായി സ്റ്റാർട്ട് ചെയ്യുക, സ്മാർട്ട് മൂവ്സിലൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തേത് യൂസ് ടെക്നോളജി എന്നതാണ്. പലരും വിചാരിക്കുന്നുണ്ടാവും പല ബിസിനസ്സുകൾക്കും ടെക്നോളജി ആപ്ലിക്കബിൾ അല്ല എന്ന്. ടെക്നോളജി അധികം യൂസ് ചെയ്യാതിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഐവെയർ ഇൻഡസ്ട്രി. പക്ഷെ ലെൻസ്കാർട്ട് വന്നതോടുകൂടി അവർ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ റെവല്യൂഷനൈസ് ചെയ്യാമെന്ന് കാണിച്ചു തന്നു അല്ലെ. അവരുടെ AI AR
ഇൻഡസ്ട്രിയെ റെവല്യൂഷനൈസ് ചെയ്ത ഒരു സംഭവം തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ലെൻസ്കാർട്ട് അവരുടെ ബിസിനസിന്റെ പല മേഖലകളിലും ടെക്നോളജി വളരെ സ്ട്രോങ് ആയി തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ പല ഫാക്ടറികളിലും പ്രിസിഷനും സ്പീഡിനും വേണ്ടി AI ആൻഡ് റോബോട്ടിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ് എന്ന് നമുക്കറിയാം. ആൻഡ് ഏതൊരു ബിസിനസ്സിലേക്കും അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ് എന്ന് ലെൻസ്കാർട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുമുണ്ട്. സോ ഇതിനു പുറമെ മറ്റെന്തെങ്കിലും ബിസിനസ് ലെസൺസ് നമുക്ക് ലെൻസ്കാർട്ടിൽ നിന്നും പഠിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ തോട്ട്സ് കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സിൽ അറിയിക്കുക. ഇനി നമ്മൾ ഏത് ബിസിനസ് സ്റ്റഡീസ് ആണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ബിസിനസ് സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടമുള്ള, ബിസിനസ് കേസ് സ്റ്റഡീസ് കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുളിക്കോ. ലെറ്റ്സ് ബിൽഡ് എ ട്രൈബ്. കാപ്പേഡിയം.